ഒപ്പം തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് CPM-ന്റെ നേതൃയോഗം ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ AI ക്യാമറ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി 3 ദിവസം നീണ്ടു നിൽക്കുന്ന CPM-ന്റെ നേതൃയോഗമാണ് തിരുവനന്തപുരത്ത് നടന്നു വരുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരുപക്ഷെ AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുമോ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിലൊരു വിശദീകരണം ഉണ്ടായില്ല. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആരും തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ചയുടെ കാര്യം പറഞ്ഞിരുന്നതുമില്ല, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതുമില്ല. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇന്നലെ വന്നില്ല. ഇന്നാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി ചേരുന്നത്. അത് 2 ദിവസമുണ്ട്. അതിന് മുന്നോടിയായിട്ട് സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് വിവിധ ജില്ലകളിൽ നിന്നുള്ള പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക റിപ്പോർട്ടിംഗ് ആണ്. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചുമതലയുള്ള ഓരോ ജില്ലയുടെയും ചുമതലയുള്ള പാർട്ടി നേതാക്കൾ അവർ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിശദീകരിക്കുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. മാത്രവുമല്ല വിവിധ സ്ഥലങ്ങളിലായി അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കമ്മീഷനുകൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്നലെ ഉണ്ടായില്ല. അതേസമയം മുൻമന്ത്രി AK ബാലനും വ്യവസായ മന്ത്രി P രാജീവുമാണ് മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. AK ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട സാഹചര്യമില്ല. മുഖ്യമന്ത്രിയും കുടുംബത്തിലെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കി വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ തന്നെ ഒന്നും അല്ല എന്ന് മനസ്സിലായ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കഴമ്പുമില്ല എന്ന് പൊതുജനത്തിന് മനസ്സിലായ സാഹചര്യമുണ്ട്. വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറുപടി പറയുന്നില്ല, മൗനം പാലിക്കുന്നു എന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല എന്നാണ് മുൻമന്ത്രി AK ബാലൻ പറഞ്ഞപ്പോഴേക്കും വ്യവസായ മന്ത്രി കൃത്യമായും അതിനെ പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഏത് തരത്തിലുള്ള ഇടപാടാണ് സർക്കാരിന് യാതൊരു സാമ്പത്തിക നഷ്ടവും ഉണ്ടാകാത്തൊരു സാഹചര്യം. അത്തരത്തിൽ പ്രതിപക്ഷം പലപ്പോഴായി ഉന്നയിക്കുന്നത് എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്, ഈ പറയുന്ന രേഖകൾ എന്തെങ്കിലും വ്യക്തതയുണ്ടോ, ഇങ്ങനെ ഓരോ വികസന പ്രവർത്തനങ്ങളെയും വഴിമുടക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്നു എന്ന തരത്തിലായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഇടപാടുകളെ കുറിച്ചും വ്യവസായ വകുപ്പ് അന്വേഷിച്ചു വരുന്നു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം കൃത്യമായി പ്രതികരിക്കാമെന്നുമാണ് വ്യവസായ മന്ത്രി പറഞ്ഞത്. എന്തായാലും ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഇത് വിശദീകരണമോ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമായിരിക്കും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുക. അല്ലാത്ത പക്ഷം AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഉണ്ടാവത്തില്ല. കാരണം പാർട്ടി ഇനി പോകുന്നത് LDF സർക്കാരിന്റെ 2ാം വാർഷിക ആഘോഷ പരിപാടികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെയാണ് നീങ്ങുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പാർട്ടി ഏത് തരത്തിൽ ഇടപെടണം. അതുപോലെ തന്നെ വരും നാളുകളിൽ ഇനി പാർലമെന്റ് ഇലക്ഷനിലേക്ക് പോകുന്നു. അതിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങാനാണ് പാർട്ടിയുടെ തീരുമാനം. അത്തരത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, ആർക്കൊക്കെ ജില്ലകൾ കേന്ദ്രീകരിച്ച് ചുമതല നൽകേണ്ടി വരും, ഇക്കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഒരു സമഗ്രമായ ചർച്ചയ്ക്കുള്ള സാധ്യത. എബി ബിനോയ്, അതേസമയം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഒരു തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സെക്രട്ടറി ഇതിനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വൈകിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങളുണ്ടോ? അതായത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് വ്യവസായ വകുപ്പ് സെക്രട്ടറിയാണ്. അത് കെൽട്രോണുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അല്ലെങ്കിൽ കെൽട്രോൺ ഗതാഗത വകുപ്പും തമ്മിൽ നടത്തിയ ഇടപാടുകൾ, കരാറുകൾ, ഉപകരാറുകൾ എന്നിവ സംബന്ധിച്ചാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. കാരണം ഓരോ കരാറുകളും പരിശോധിക്കാൻ കൃത്യമായ നിർദ്ദേശം വ്യവസായ മന്ത്രി വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എല്ലാ ഭാവവും കീറി മുറിച്ച് നോക്കിയുള്ള ഒരു പരിശോധനയായിരിക്കും ഉണ്ടാവുക. കാരണം ഇത്തരത്തിലൊരു വലിയ ആരോപണം ഉയർന്നു വന്ന സാഹചര്യം, ആരോപണം 232 കോടി രൂപയുടേതാണെങ്കിലും പ്രധാനമായ ആരോപണം നിൽക്കുന്നത് ടെൻഡർ നടപടികളുടെ നഗ്നമായ ലംഘനം നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ കെൽട്രോൺ ടെൻഡർ നടപടികൾ നടത്തുന്ന കാര്യത്തിൽ കൃത്യത പാലിച്ചില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം
പുറം കരാറും ഉപകരാറും നൽകിയ കമ്പനികൾക്ക് ഉള്ള പ്രായോഗിക പരിചയം അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന നേരത്തെ അവർ ഇത്തരം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചകളായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസാഡിയോ കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന കരാറുകൾ, ആ കരാറുകളുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഏർപ്പാടുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായി വ്യവസായ വകുപ്പ് സെക്രട്ടറി പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ടായിരിക്കും വ്യവസായ വകുപ്പിന് നൽകുക. ആ റിപ്പോർട്ടിന് ശേഷം പ്രതികരിക്കാം എന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം കെൽട്രോണിൽ നിന്നും ചില ഫയലുകൾ വ്യവസായ വകുപ്പ് സെക്രട്ടറി തന്നെ വിളിച്ചു വരുത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഉപകരാറുമായി ബന്ധപ്പെട്ട ഫയലുകളും എല്ലാം തന്നെ വിളിച്ചു വരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അന്വേഷണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നീളുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് നൽകുന്നത് വൈകാനുള്ള സാധ്യതയുമുണ്ട്. എബി.